KPM ഹോട്ടലിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കുട്ടത്തിലെ ബന്ധപ്പെടുത്തി നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയേണ്ടി വരും. നീലപ്പെട്ടി വിവാദമുണ്ടായ ഹോട്ടൽ കൂടിയാണ് KPM ഹോട്ടൽ. അങ്ങനെ രാഹുലിന് എപ്പോഴും സമ്മർദ്ദവും രാഹുലിന് എപ്പോഴും രാഷ്ട്രീയ പരീക്ഷണവും സമ്മാനിച്ച KPM ഹോട്ടലിൽ തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ആയിഷത്തുൽ ഷംനയാണ് ഈ പറയുന്ന കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഈ പറയുന്ന KPM ഹോട്ടലിന് മുന്നിൽ വെച്ച് തത്സമയം വിവരങ്ങൾ കൈമാറിപ്പോരുന്നു, തത്സമയം വിവരങ്ങൾ നൽകുന്നത്. ഷംന, ഈ രാഹുൽ മാങ്കുട്ടത്തിൽ MLA എവിടെയെന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. പൊതുവെ ഇത്തരത്തിൽ കസ്റ്റഡി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആ ജുറിസ്ഡിക്ഷണൽ സ്റ്റേഷനുകൾ വിവരം അറിയിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആ സ്റ്റേഷനിലേക്ക് പ്രാഥമികമായി എത്തിക്കേണ്ടതാണ്. അങ്ങനെ എവിടെയെങ്കിലും എത്തിച്ചത് നമുക്ക് ഈ ഘട്ടം വരെ വിവരമില്ല. അതായത് മറ്റേതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ MLA അന്വേഷണ സംഘം നീങ്ങുന്നു, അല്ലെങ്കിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സ്റ്റാഫ് അംഗങ്ങൾക്ക് എന്തെങ്കിലും ഈ ഘട്ടത്തിൽ വിവരങ്ങൾ ലഭിച്ചാൽ നമുക്ക് വിവരമുണ്ടോ ഷംന? നിലവിൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ അവർ വിചാരിച്ചിരുന്നത് ആലത്തൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു. പക്ഷെ ആലത്തൂർ എത്തിയിട്ടില്ല. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നൊരു വിവരമുണ്ട്. പക്ഷെ നിലവിൽ തിരുവനന്തപുരത്തും എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഏതെങ്കിലും ഒരു രഹസ്യ കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ യുവതിയെ സംബന്ധിച്ച് യുവതി പാലക്കാട് എത്തിയിരുന്നതായാണ് വിവരം. ഒപ്പം തന്നെ ബലാത്സംഗം, നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളൊക്കെ, അല്ലെങ്കിൽ അത്തരം കേസുകളൊക്കെയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘം കൃത്യമായി തന്നെ അതീവ രഹസ്യമായി എത്തി KPM ഹോട്ടലിൽ നിന്നും രാഹുലിനെ പിടികൂടുകയായിരുന്നു. അതും 15 മിനിറ്റുകൾ കൊണ്ട് അന്വേഷണ സംഘം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാഹുലിനെ കൊണ്ടുപോയി എന്നാണ് ഇവിടെയുള്ള ഈ KPMലെ ജീവനക്കാർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. ഈ അർദ്ധരാത്രിയോടുകൂടി അന്വേഷണ സംഘം എത്തുന്നു. അതിന് നേരത്തെ തന്നെ അവർ പാലക്കാടും KPMലും ഒക്കെയായി ഈ മഫ്തിയിൽ ഉണ്ടായിരുന്നു. രാഹുലിനെതിരെ 3 ദിവസം മുൻപാണ് ഈ പുതിയ പരാതി, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി അതുപോലെ ബലാത്സംഗം ചെയ്തു തുടങ്ങിയ പുതിയ കേസ്, 3ാമത്തെ കേസ് രാഹുലിനെതിരെ വരുന്നത്. അത് ഇമെയിൽ വഴി അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തുന്നു. അതിനുശേഷം പിന്നീട് കൃത്യമായി തന്നെ അന്വേഷണ സംഘം അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിച്ച് KPMലും പാലക്കാടുമായി മഫ്തിയിൽ തുടരവെയാണ് ഇന്ന് രാത്രി അർദ്ധരാത്രിയോടുകൂടി പുലർച്ചയോടുകൂടി രാഹുലിനെ KPM ഹോട്ടലിൽ നിന്നും പിടികൂടുന്നത്. ഈ രാഹുലിനെ പിടികൂടുന്നത് അതീവ രഹസ്യമായി വെക്കാൻ വേണ്ടി തന്നെ KPM ഹോട്ടലിലെ ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ, റിസപ്ഷൻ സ്റ്റാഫുകളുടെ ഉൾപ്പെടെ ഫോണുകൾ ഈ അന്വേഷണ സംഘം വാങ്ങിവെക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് രാഹുലിന്റെ മുറിയിലെത്തി അന്വേഷണ സംഘവുമായി സഹകരിക്കണം എന്ന് പറയുന്നതും കസ്റ്റഡിയിലെടുക്കുന്നതും. ആ സമയത്ത് രാഹുലിന്റെ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വിവരം അറിഞ്ഞെത്തിയവർ ആദ്യം ചെല്ലുന്നത് ആലത്തൂർ സ്റ്റേഷനിലാണ്. ആദ്യം ആലത്തൂർ സ്റ്റേഷനിൽ രാഹുൽ ഉണ്ടാകുമെന്ന തരത്തിലായിരുന്നു വിവരമുണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ ആലത്തൂർ എത്തിയിട്ടില്ല. ഇനി എവിടെ എന്നതാണ് അടുത്ത ചോദ്യം. ആദ്യഘട്ടത്തിലൊക്കെ ആദ്യ പരാതി വരുമ്പോൾ രാഹുലായി ഒളിവിൽ പോയതാണെങ്കിൽ ഇപ്പോൾ അന്വേഷണ സംഘം എങ്ങോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിലാണ് വ്യക്തതയില്ലാത്ത. നവംബർ 27 ആദ്യ പരാതി വരുന്നു. അതിനുശേഷം പിന്നീട് രാഹുൽ അതായത് അതിനു മുമ്പൊക്കെ നേരത്തെ തന്നെ പല വിവാദങ്ങളും ഉയർന്ന ഘട്ടത്തിലൊക്കെ രാഹുലിന്റെ ഒരു പ്രതിരോധം, അല്ലെങ്കിൽ രാഹുൽ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, പരാതി എവിടെ? അത്തരത്തിൽ ആരോപണമുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് വരാൻ പറയൂ, പരാതി എവിടെ എന്ന തരത്തിലുള്ള ചില മറുവാദങ്ങളൊക്കെ ആയിരുന്നു രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് നവംബർ 27 ആദ്യ പരാതി വരുന്നു. പക്ഷെ പിന്നീട് ആരും രാഹുലിനെ 2 ആഴ്ചക്കാലയോളം കണ്ടിട്ടില്ല. പിന്നീട് ഒളിവിൽ പോകുന്നു. അതുവരെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി, UDFന്റെ പ്രവർത്തകർക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വളരെ സജീവമായി മണ്ഡലത്തിൽ വോട്ട് ചോദിച്ച് വീടുകൾ കയറി ഇറങ്ങി പ്രചാരണം നടത്തുന്നവരായിരുന്നു. പക്ഷെ പിന്നീട് ഈ രാഹുലിന് പരാതി വന്നതോടുകൂടി രാഹുലിനെ കാണാതാവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് ഈ ഡിസംബർ 11 പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ദിവസം വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് രാഹുൽ പിന്നീട് മണ്ഡലത്തിൽ കാലുകുത്തുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഈ സജീവമായി തന്നെ ചേട്ടാ ഏകദേശം എത്ര മണിയോടുകൂടി അന്വേഷിച്ചു? അറിയില്ല, ഞങ്ങളിപ്പോ 1 മണിക്കാ വന്നു. മുമ്പുണ്ടായിരുന്നു അവര് പോയായിരുന്നു, അറിയില്ലായിരുന്നു. അവര് എങ്ങോട്ട് പോയിരുന്ന? മൊബൈൽ ഫോണൊക്കെ വാങ്ങി? അല്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ അതിന് ശേഷമാണ്, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് സുഹേൽ, ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരാരും ഇപ്പോൾ ഇല്ല. അവർ ഡ്യൂട്ടി മാറി പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരടക്കം നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: 12:30 കൂടിയാണ് രാഹുൽ കസ്റ്റഡിയിലാവുന്നത്. അതിന് ഏകദേശം 15 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഈ അന്വേഷണ സംഘം അകത്ത് കയറുന്നതും KPMനകത്ത് കയറുന്നതും രാഹുലിനെ പിടികൂടുന്നതും. വെറും 15 മിനിറ്റ് കൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു രാഹുലിനെ കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ
രഹസ്യമായി തന്നെ നടത്തിയ ഒരു നീക്കത്തിനൊടുവിൽ ഈ പാലക്കാടിന്റെ MLA പിടിയിലാകുന്നു എന്നതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ ഈ നേതാക്കളടക്കം രാഹുൽ പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും രാഹുൽ വളരെ സജീവമായി പ്രചരണത്തിന് ഇറങ്ങുന്നു. സസ്പെൻഷനിലുള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് തനിക്കറിയാം, മാധ്യമങ്ങൾ പഠിപ്പിക്കേണ്ട എന്നൊക്കെയായിരുന്നു അന്നത്തെ രാഹുലിന്റെ വാദം. പക്ഷെ അതിനുശേഷം കേസ് വന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് രാഹുൽ ഔദ്യോഗിക വാഹനത്തിൽ പിന്നീട് ഈ ഫ്ളാറ്റിലെത്തുന്നു, MLA ഓഫീസിലെത്തുന്നു. അതിനുശേഷം വാഹനം മാറുന്നു, രാഹുലിന്റെ ഫ്ളാറ്റിലെത്തുന്നു, വീണ്ടും വാഹനം മാറുന്നു, രക്ഷപ്പെടുന്നു. ഈ കോയമ്പത്തൂരിലേക്കും അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്കും ഒക്കെ രക്ഷപ്പെടുന്നു. അങ്ങനെ 2 ആഴ്ചയോളം പിന്നീട് ആരും രാഹുലിനെ മണ്ഡലത്തിൽ കണ്ടതേയില്ല. പക്ഷെ അതിനുശേഷം ഈ കോടതിയുടെ വിധി, അതായത് ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു കോടതി വിധി വന്നതിന് ശേഷമാണ് പിന്നീട് രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം ഈ വോട്ട് ചെയ്യാൻ എത്തുന്നതും പിന്നീട് മണ്ഡലത്തിൽ സജീവമായി MLA ഓഫീസിലടക്കം നിരന്തരം എത്തുന്നു, സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ മണ്ഡലത്തിൽ വീണ്ടും സജീവമായിരിക്കുന്നതിന് ഇടെയാണ് പുതിയ കേസ്, അത് 3ാമത്തെ കേസ്, ബലാത്സംഗം, അതുപോലെ നിർബന്ധിച്ച് ഗർഭം ആലസിപ്പിച്ചു തുടങ്ങി 2 കേസുകൾ, പുതിയ കേസുകൾ കൂടി രാഹുലിനെതിരെ വരുന്നത്. എന്തായാലും അതിൽ പക്ഷേ അന്വേഷണ സംഘത്തിന്റെ നീക്കം വളരെ നിർണായകമായി അല്ലെങ്കിൽ വളരെ രഹസ്യമായി തന്നെ രാഹുൽ വെച്ചു എന്നതാണ്, അന്വേഷണ സംഘം വെച്ചു എന്നതാണ്. അതോടുകൂടിയാണ് രാഹുലിനെ കൃത്യമായി ഈ താമസ സ്ഥലത്ത് വെച്ച് പിടികൂടാനായത്. ഈ ആദ്യഘട്ടത്തിലൊക്കെ ഈ ആരോപണം വന്ന സമയത്ത് ഈ ഫ്ളാറ്റ് ഉടമകളിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ളാറ്റിലെ ഫ്ളാറ്റുകാരുടെ അടുത്തു നിന്നൊക്കെ രാഹുലിന് വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. മറ്റ് താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതല്ലെങ്കിൽ ഈ തങ്ങളുടെ ഫ്ളാറ്റിന്റെ ഉടമയ്ക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി രാഹുലിനോട് ഫ്ളാറ്റ് ഒഴിയണമെന്ന് അവിടെയുള്ള റെസിഡൻസി അസോസിയേഷൻ പറഞ്ഞിരുന്നു. എന്തായാലും അതിനുശേഷമാണ് രാഹുൽ പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റ് ഒഴിയുന്നതും രാഹുലിന്റെ ആ ഫ്ളാറ്റിന്റെ പാലുകാച്ചിൽ ഉൾപ്പെടെ നമ്മളൊക്കെ വലിയ രീതിയിൽ കണ്ടതാണ് അന്ന് ഉപതെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ. പക്ഷെ പിന്നീട് രാഹുലിന് 1 കൊല്ലം തികയും മുൻപ് തന്നെ ഈ ആരോപണങ്ങളൊക്കെ തുടർന്നുണ്ടായ ചില ബുദ്ധിമുട്ടുകളുടെ കാരണത്താൽ ആ ഫ്ളാറ്റ് ഒഴിയേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് രാഹുൽ ഉള്ളത് ഈ KPM ഹോട്ടലിലാണ്. ഈ KPM ഹോട്ടൽ കഴിഞ്ഞ് വരവെയാണ് സ്റ്റാഫ് അംഗങ്ങൾ ആരും കൂടെ ഇല്ലാത്ത ഒരു സമയത്ത് അന്വേഷണ സംഘം എത്തി കൃത്യമായി തന്നെ വളരെ രഹസ്യമായി രാഹുലിനെ പിടികൂടുന്നതും. എന്തായാലും ഇതിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ വളരെ രഹസ്യമായിരുന്നു എന്നതാണ് ഇത്ര പെട്ടെന്ന് തന്നെ രാഹുലിനെ പിടികൂടാനും കൂടി കാരണമായത്. സുഹേൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.